ഇന്ത്യയുടെ വീരപുത്രന്റെ പേരിന്റെ അർത്ഥം മാറുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അഭിനന്ദൻ എന്ന വാക്ക് സ്വാഗതമെന്നാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എന്നാൽ അതിന്റെ അർത്ഥം ഇപ്പോൾ മുതൽ മാറിത്തുടങ്ങുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. ഏറെ ബഹുമാനത്തോടും വിനയത്തോടും കൂടിയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി പരാമർശം നടത്തുന്നത്. എയർഫോഴ്സ് പൈലറ്റ് അഭിനന്ദ് വർത്തമാനെ പാകിസ്ഥാൻ മോചിപ്പിച്ചതിന് ശേഷം നടന്ന ചടങ്ങിലാണ് മറ്റൊരു അർത്ഥം കൂടി അഭിനന്ദൻ എന്ന പേരിന് ഇനി വരാൻ പോകുന്നതെന്ന് മോദി പറയുന്നത്. ഇനി അഭിനന്ദൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്നുകൂടി ലോകം ഓർക്കണം. ഇന്ത്യ എന്തു ചെയ്യുന്നുവെന്നും രാജ്യത്തിന് നിഘണ്ടുവിലെ അർത്ഥങ്ങൾ മാറ്റാനുള്ള അധികാരം വരെ ഇതിലൂടെ ഉണ്ടായെന്നും ലോകം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. അഭിനന്ദിന്റെ മോചനത്തിന് ശേഷം ഇന്ത്യ എന്തു ചെയ്യുന്നു എന്ന് ലോകം മുഴുവൻ നോക്കിക്കാണുകയാണ്. വിംഗ് കമാൻഡർ അഭിനന്ദ് വർത്തമാനെ പാകിസ്ഥാന് കൈമാറിയത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. രാജ്യത്തിന്റെ എല്ലാ നീക്കങ്ങളും ലോകം ഗൗരവപൂർവ്വം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിനന്ദിലൂടെ സംസ്കൃതത്തിലെ അഭിനന്ദന് എന്ന വാക്കിന് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ പുതിയ മാനങ്ങൾ കൈവന്നിരിക്കുകയാണ്. അഭിനന്ദന് എന്നാൽ അഭിനന്ദനം എന്നാണ് അർത്ഥം. വാക്കുകൾക്ക് പുതിയ മാനങ്ങൾ കൈവരുന്നത് രാജ്യത്തിന്റെ ശക്തിയെയാണ് കാണിക്കുന്നതെന്നും മോദി പറയുന്നു. ആകാശ യുദ്ധത്തിനിടെ വിമാനം തകർന്നാണ് വിംഗ് കമാൻഡർ അഭിനന്ദ് പാക് അധീന കാശ്മീരിലെത്തിയത്. സമാധാന നീക്കങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറണമെന്ന് പാകിസ്ഥാൻ അറിയിക്കുകയായിരുന്നു. ഒരു പകൽ മുഴുവൻ കാത്തിരുന്ന ശേഷമാണ് അദ്ദേഹത്തെ ഇന്ത്യക്ക് വിട്ടുകിട്ടിയത്. നടപടിക്രമങ്ങൾ വൈകിയത് മൂലം പറഞ്ഞ സമയത്തു നിന്നും ഏറെ വൈകിയാണ് അദ്ദേഹത്തെ ഇന്ത്യക്ക് വിട്ടു നൽകിയത്. ശനിയാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന പൊതുയോഗത്തിലാണ് മോദി ഇക്കാര്യം പറഞ്ഞത്. 3 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വെള്ളിയാഴ്ച രാത്രി 9:20 അഭിനന്ദൻ ഇന്ത്യയിൽ കാലുകുത്തിയത്. അഭിനന്ദ് രാജ്യത്തെ 130 കോടി ജനങ്ങളുടെ പ്രചോദനമാണെന്ന് നരേന്ദ്രമോദി നേരത്തെ ട്വീറ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.